ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. തപോവനം സായി സച്ചരിതം പ്രശ്നോത്തരി ഭാഗം 4 അധ്യായം 3 സംഭവാമി യുഗേ യുഗേ. പുട്ടപ്പർത്തി എന്ന ഗ്രാമത്തിൻ്റെ പൂർവ്വനാമം എന്തായിരുന്നു? ഈ പേര് എങ്ങനെ ലഭിച്ചു? ഗോപാലകന്മാരായിരുന്ന ജനങ്ങൾ വസിച്ചിരുന്ന ഗ്രാമത്തിൻ്റെ പേര് ഗൊല്ലാപ്പള്ളി എന്നായിരുന്നു. ഒരിക്കൽ തൻ്റെ പശുവിൻ്റെ അകലിൽ നിന്നും നേരിട്ട് പാല് കുടിക്കുന്ന ഒരു സർപ്പത്തെ ഒരു ഗ്രാമീണൻ കല്ലെറിഞ്ഞു കൊന്നു. അന്നു മുതൽ ഗ്രാമത്തിന് ചുറ്റുമുള്ള കുന്നുകളിൽ സർപ്പപ്പുറ്റുകൾ ഉണ്ടാകാൻ തുടങ്ങി. സർപ്പശാപത്തിന് കാരണം ആണ് ഇത് എന്ന് ആളുകൾ മനസ്സിലാക്കി. പുട്ട എന്നാൽ പുറ്റുകൾ എന്ന അർത്ഥം. പുറ്റുകൾ നിറഞ്ഞ സ്ഥലമായതിനാൽ ഗൊല്ലപ്പള്ളിക്ക് പുട്ടവർദ്ധിനി എന്ന നാമം നൽകി. പശ്ചാത്താപവിവശരായ ഗ്രാമീണർ ആ ശിലയെ കൃഷ്ണവിഗ്രഹമായി കരുതി ആരാധിച്ചു വന്നു. തൽഫലമായി ഗ്രാമത്തിലെ ക്ലേശങ്ങൾ അകലാൻ തുടങ്ങി. അങ്ങനെ ഗ്രാമത്തിന് പുട്ടപ്പർത്തി എന്ന നാമം ലഭിച്ചു. പിന്നീട് കൃഷ്ണദേവരായരുടെ കാലത്ത് ശരിയായ ക്ഷേത്രം പണിത് ആരാധനകൾ ചെയ്തു പോന്നു. ശ്രീ സത്യസായിയുടെ ആദേശപ്രകാരം ആ ശിലയിൽ അഭിഷേകം ചെയ്ത് ചന്ദനലേപനം നടത്തിയപ്പോൾ ഓടക്കുഴലേന്തിയ ശ്രീകൃഷ്ണ വിഗ്രഹം തെളിഞ്ഞു വന്നു. ആ ക്ഷേത്രം ഗോപാലസ്വാമി ക്ഷേത്രം എന്ന് ഇന്ന് അറിയപ്പെടുന്നു. 2. പുട്ടപ്പർത്തിയിൽ സത്യഭാമ ക്ഷേത്രം എങ്ങനെ ഉണ്ടായി? രത്നാകരം എന്ന കുടുംബത്തിലെ ഭക്തനായ കൊണ്ടമ്മ രാജുവിന് ഒരിക്കലൊരു സ്വപ്ന ദർശനമുണ്ടായി. കോരിച്ചെരിയുന്ന മഴയിൽ നനഞ്ഞുപോയ ശ്രീകൃഷ്ണപത്നിയായ സത്യഭാമാദേവി തനിക്ക് ഇരിക്കാനൊരു സ്ഥലം നൽകണമെന്ന് പറയുന്നതായിരുന്നു സ്വപ്നം. അതനുസരിച്ച് അദ്ദേഹം സത്യഭാമാദേവിക്ക് ക്ഷേത്രം പണിത് ദേവിയെ പ്രതിഷ്ഠിച്ചു. ശ്രീ സത്യസായി ബാബയുടെ മാതാവായ ഈശ്വരാംബയുടെ കുടുംബത്തെക്കുറിച്ച് ചുരുക്കത്തിൽ എഴുതുക. കണ്ണൂർ ജില്ലയിലെ കോയിൽക്കുണ്ടല താലൂക്കിൽ കോമിളിഗണ്ടല ഗ്രാമത്തിലെ സുബ്ബരാജുവിൻ്റെ മകളാണ് ഈശ്വരമ്മ. മിന്നാരഗണ്ട എന്നാണ് അവരുടെ കുടുംബപ്പേര്. സുബ്ബരാജു ഗ്രാമത്തിലൊരു ശിവക്ഷേത്രം നിർമ്മിച്ച വേളയിൽ ഉണ്ടായ പെൺകുഞ്ഞിന് നാമഗിരിയമ്മ എന്ന പേര് നൽകി. അദ്ദേഹത്തിൻ്റെ ബന്ധുവായ കൊണ്ടമ്മ രാജു ഒരിക്കൽ സന്ദർശിച്ചപ്പോൾ കവർച്ചക്കാരുടെ കേളീരംഗമായ ആ ഗ്രാമം വിട്ട് ചിത്രാവതിയുടെ മറുകരയിലുള്ള കർണാടക നാഗപ്പള്ളി ഗ്രാമത്തിലേക്ക് താമസം മാറ്റുവാൻ ഉപദേശിച്ചു. സുബ്ബരാജുവിൻ്റെ പുത്രിയെ തൻ്റെ പുത്രവധുവായി സ്വീകരിക്കാമെന്നും കൊണ്ടമ്മ രാജു പറഞ്ഞു. അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മൂത്തപുത്രനായ പെദ്ദ വെങ്കപ്പരാജുവിനെ നാമഗിരി അമ്മയെ വിവാഹം ചെയ്തു കൊടുത്തു. പുത്രവധുവിൻ്റെ പേര് ഇഷ്ടമാകാത്തതിനാൽ കൊണ്ടമ്മ രാജു ഈശ്വരാമ്മ എന്ന പേര് നൽകി. ഭാവിയിൽ ഈശ്വരന് അമ്മയായി തീർന്നതിനാൽ ആ പേര് ഒരു പ്രവചനം പോലെ ആയിത്തീർന്നു. ശ്രീ സത്യസായിയുടെ തിരുവതാരത്തെക്കുറിച്ച് ചുരുക്കത്തിൽ വർണ്ണിക്കുക. പെദ്ദ വെങ്കപ്പരാജുവിനും ഈശ്വരാമ്മയ്ക്കും ശേഷമരാജു എന്ന പുത്രനും വെങ്കമ്മ പർവ്വതമ്മ എന്നീ 2 പുത്രികളും ജനിച്ച ശേഷം 4 തവണ ഗർഭം അലസിപ്പോയി. ഒരു സന്താനത്തെ കൂടി നൽകി തങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഈശ്വരാമ്മയുടെ ഭർത്തമാതാവായ ലക്ഷ്മിയമ്മ പ്രാർത്ഥിച്ചു. തൽഫലമായി ഈശ്വരാമ്മയുടെ 8ാമത്തെ ഗർഭത്തിൽ ഭഗവാൻ പ്രവേശിച്ചു. ദിവ്യശിശുവാണ് ജാതനാകാൻ പോകുന്നതെന്നതിന് തെളിവായി അസാധാരണ സംഭവങ്ങൾ ഭവനത്തിൽ ഉണ്ടായി. ഗൃഹത്തിൽ സൂക്ഷിച്ചിരുന്ന സംഗീത ഉപകരണങ്ങൾ തനിയെ സംഗീതമൊരുക്കി. അത് ഗർഭസ്ഥ ശിശുവിൻ്റെ ആനന്ദത്തിനായി ഗന്ധർവന്മാർ വിനോദം ഒരുക്കുന്നതാണെന്ന് ജ്യോതിഷി പ്രഖ്യാപിച്ചു. 1926 നവംബർ 23 ഹിന്ദു കലണ്ടർ പ്രകാരം സോമവാരം, തൃതീയ കാർത്തിക മാസം, അക്ഷയവർഷം, തിരുവാതിര നക്ഷത്രം എന്നീ മംഗളകരമായ സുദിനത്തിൽ ലക്ഷ്മമ്മ കൊണ്ടുവന്ന സത്യനാരായണ വ്രതത്തിൻ്റെ പ്രസാദം കഴിച്ച ശേഷം ഈശ്വരമ്മ ഒരു പുത്രന് ജന്മം നൽകി. വെളുപ്പിന് 5 മണിക്ക് ബ്രഹ്മമുഹൂർത്തത്തിൽ ശ്രീ സത്യസായി അവതരിച്ചു.
ശ്രീ സത്യസായിയുടെ ദിവ്യത്വത്തിൻ്റെ ആദ്യത്തെ വെളിപ്പെടുത്തൽ എന്തായിരുന്നു? ലക്ഷ്മമ്മ നവജാത ശിശുവിനെ ആചാരപ്രകാരം പ്രസവമുറിയുടെ മൂലയിൽ വിരിച്ചിട്ട പനയോലയിൽ കിടത്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ കിടത്തിയിരുന്ന വിരിപ്പിനടിയിൽ ഒരു അനക്കം കണ്ടു. കുഞ്ഞിനെ വേഗം എടുത്തു നോക്കിയപ്പോൾ അതിനടിയിൽ ഒരു നാഗത്തെ കണ്ടു. പിന്നീട് തിരഞ്ഞിട്ടും അതിനെ കണ്ടതുമില്ല. ശ്രീ മഹാവിഷ്ണുവിൻ്റെ തൽപ്പമായ ആദിശേഷൻ്റെ സാന്നിധ്യമാണ് ഉണ്ടായത് എന്ന് മനസ്സിലായി. ഇതാണ് ശിശുവിൻ്റെ ദിവ്യത്വത്തെക്കുറിച്ചുള്ള ആദ്യത്തെ വെളിപ്പെടുത്തൽ. നവജാത ശിശുവിന് എന്ത് നാമമാണ് നൽകിയത്? ഈ നാമം കൊണ്ടമരാജുവിനെ ആഹ്ലാദഭരിതനാക്കിയത് എന്തുകൊണ്ട്? സത്യനാരായണ വ്രതം നോറ്റ് ആ പ്രസാദം കഴിച്ചതിന് ശേഷം കുഞ്ഞ് ജനിച്ചതിനാൽ സത്യനാരായണ എന്ന പേരാണ് കുഞ്ഞിന് നൽകിയത്. ശ്രീമൻ നാരായണൻ ശ്രീകൃഷ്ണനായി ജനിച്ചപ്പോൾ ബ്രഹ്മദേവൻ പ്രണാമം അർപ്പിച്ചതാണ് കൊണ്ടമരാജുവിന് ഓർമ്മ വന്നത്. വേദമാതാവിൻ്റെ കർണാഭരണങ്ങളാണ് ഋതുവും സത്യവും. സത്യനാരായണ എന്ന പേര് നൽകിയതിനാൽ കൊണ്ടമരാജു ആഹ്ലാദഭരിതനായി. സത്യമെന്ന പദത്തിൻ്റെ അർത്ഥം രഹസ്യം ചൂഴ്ന്നു നിൽക്കുന്നതും അഗാധമായ ആധ്യാത്മിക പ്രാധാന്യം ഉള്ളതുമാണ്. സത്യനാരായണ എന്ന നാമം പിന്നീട് സ്വാമിയുടെ പേരായി ശ്രീ സത്യസായി എന്ന് തന്നെ ആയിത്തീർന്നു. സത്യം അനശ്വരവും നിത്യവും ആദ്യന്തരഹിതവുമാണ്. അവ ധാനയോഗ്യവുമാണ്. അവതാര ജനനം പ്രസവമല്ല, പ്രസവമാണ് എന്ന് വെളിപ്പെടുത്തുന്ന എന്തു സംഭവമാണ് ഉണ്ടായത്? ഈശ്വരമ്മയുടെ അനുഭവം വെളിപ്പെടുത്തുക. ഈശ്വരമ്മ കിണറ്റിൽ നിന്നും വെള്ളം കോരിക്കൊണ്ടിരിക്കുമ്പോൾ ആകാശത്തു നിന്നും നീലനിറത്തിലുള്ള ഒരു തേജോഗോളം തൻ്റെ നേരെ വരുന്നത് കണ്ടു. അത് ശരീരത്തിൽ പ്രവേശിച്ചപ്പോൾ താൻ ബോധരഹിതയായി. പിന്നീട് ഭർത്തൃമാതാവിനോട് പറഞ്ഞു. പക്ഷേ ഈ സംഭവം ആർക്കും മനസ്സിലാകയില്ല എന്നതുകൊണ്ട് ആരോടും പറയേണ്ടെന്ന് മാതാവ് തീരുമാനിച്ചു. തൻ്റെ അനുഭവം ഈശ്വരാമ്മ വെളിപ്പെടുത്തിയപ്പോൾ തൻ്റെ ജന്മം പ്രസവമല്ല, പ്രവേശമാണെന്ന് സ്വാമി പറഞ്ഞു. ഈശ്വരാമ്മ ദേവകിയും സുബ്ബമ്മ യശോദയും എന്ന് ബന്ധുക്കൾ പറഞ്ഞതിൻ്റെ കാരണം വ്യക്തമാക്കുക. ശ്രീകൃഷ്ണന് ജന്മം നൽകിയ ദേവകിയെപ്പോലെ ഈശ്വരാമ്മ സത്യസായിക്ക് ജന്മം നൽകി. അയൽവീട്ടിലെ കർണം സുബ്ബമ്മ എന്ന ബ്രാഹ്മണ സ്ത്രീ സത്യയെ പലപ്പോഴും തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകും. അവർ കയ്യിലെടുക്കുമ്പോൾ ശിശുവിൻ്റെ മുഖം ആനന്ദത്താൽ ദീപ്തമാകും. മക്കളില്ലാതിരുന്ന സുബ്ബമ്മ കുഞ്ഞിന് മാതൃസ്നേഹം നൽകി വാത്സല്യത്തോടെ പരിചരിച്ചു. സുബ്ബമ്മയുടെ കുടുംബത്തിൽ സസ്യാഹാരം മാത്രമേ കഴിച്ചിരുന്നുള്ളൂ. സത്യ സുബ്ബമ്മയുടെ വീട്ടിൽ പോകാൻ എപ്പോഴും വാശി പിടിച്ചിരുന്നു. ശ്രീകൃഷ്ണൻ്റെ വളർത്തമ്മയായ യശോദ സ്നേഹിച്ചതുപോലെയാണ് സുബ്ബമ്മ ബാലസായിയെ സ്നേഹിച്ചത്. സുബ്ബമ്മയ്ക്ക് സത്യയുടെ അസാധാരണമായ ദിവ്യ പ്രകൃതത്തെപ്പറ്റി അറിയുവാനും കഴിഞ്ഞിരുന്നു. തവളകളെ പ്രാവുകളാക്കി മാറ്റിയ സംഭവത്തിൽ സത്യസായി എന്ത് ആധ്യാത്മിക സന്ദേശമാണ് നൽകിയത്? നിസ്സഹായരായ മിണ്ടാപ്രാണികളെ തൻ്റെ കളിക്കൂട്ടുകാർ സഞ്ചിയിലാക്കി പീഡിപ്പിക്കുന്നത് കണ്ട് സത്യ അവയെ തുറന്നു വിടുവാൻ പറഞ്ഞു. കൂട്ടുകാർ അത് ചെവിക്കൊണ്ടില്ല. നിങ്ങളുടെ സഞ്ചിയിൽ ഒരൊറ്റ തവളയില്ലാതെ പോകട്ടെ എന്ന് സത്യ പറഞ്ഞത് കേട്ട് സഞ്ചി തുറന്നപ്പോൾ സഞ്ചിയിൽ നിന്നും പ്രാവുകൾ ആകാശത്തേക്ക് പറന്നുപോയി. ആ ബാല്യകാലം മുതൽ ഇന്ന് വരെയും സ്വാമി മായാബന്ധിതരായ ജീവാത്മാക്കളെ പരിവർത്തനം ചെയ്യുകയാണ്. അജ്ഞാനമാകുന്ന ആഴമേറിയ ചെളിയിൽ തവളകളെ പോലെ പുതഞ്ഞുപോയ മനുഷ്യർ അവരെ സ്വാമി പരിവർത്തനം ചെയ്ത് ആധ്യാത്മിക നഭസ്സിൽ സന്തുഷ്ടരായ പ്രാവുകളെപ്പോലെ പറപ്പിക്കുകയാണ്. പുട്ടപ്പർത്തിയിലെ സ്ത്രീകൾ സത്യനെ ബ്രഹ്മജ്ഞാനി എന്ന് വിളിച്ചത് എന്തുകൊണ്ട്? ബാലനായ സത്യൻ തൻ്റെ ഇളം പ്രായത്തിൽ തോന്നേണ്ടതിനും അപ്പുറം പ്രസന്നവും പ്രശാന്തവും ഗംഭീരവുമായ പ്രകൃതി ഭംഗിയിലും ആകൃഷ്ടനായി. പ്രകൃതിയെ ധ്യാനിച്ച് വളരെ സമയം ഇരിക്കുമായിരുന്നു. ഇങ്ങനെ ചിന്തകളിൽ മുഴുകി സ്വയം മറന്ന് ധ്യാനാവസ്ഥയിലിരിക്കുന്ന ബാലനെ സ്ത്രീകൾ ബ്രഹ്മജ്ഞാനി എന്ന് വിളിച്ചു. വാസ്തവത്തിൽ സത്യൻ ബ്രഹ്മജ്ഞാനിയാണെന്ന് സരളരായ അവർ അറിഞ്ഞിരുന്നില്ല.
ബാലനായ സത്യൻ്റെ അസാധാരണമായ ചില സ്വഭാവ വൈശിഷ്ട്യങ്ങൾ ചുരുക്കി പറയുക. ബാല്യകാലത്തും സത്യൻ സാധാരണ ബാലന്മാരെ പോലെ ആയിരുന്നില്ല. ഭക്ഷണം, വസ്ത്രങ്ങൾ എന്നിവയോടൊന്നും തന്നെ പ്രത്യേക ഇഷ്ടം സത്യൻ കാണിച്ചിരുന്നില്ല. മറ്റുള്ളവരുടെ സന്തോഷം തൻ്റെ സന്തോഷമായി കരുതി. ക്ലേശമോ ദുഃഖമോ അനുഭവിക്കുന്ന എല്ലാ ജീവജാലങ്ങളോടും സത്യൻ നിറഞ്ഞ ദയയും സ്നേഹവും സഹതാപവും പ്രകടമാക്കി. ആർദ്ര നക്ഷത്രത്തിൽ ജനിച്ച സത്യൻ്റെ ഹൃദയം ആർദ്രമായിരുന്നു. വിശക്കുന്നവർക്ക് ഭക്ഷണവും തണുക്കുന്നവർക്ക് വസ്ത്രവും ദയവോടെ നൽകി. പക്ഷിമൃഗാദികളോട് ദയവില്ലാതെ പെരുമാറുമ്പോൾ അവയുടെ വേദനയോർത്ത് സത്യൻ വേദന കൊണ്ട് പുളയും. അസൂയക്കാരായ കുട്ടികൾ സത്യനെ പിടികൂടി ചിത്രാവതിയിൽ മുക്കി ചെളിയിലൂടെ വലിച്ചിഴച്ചാലും സത്യൻ ആരോടും ഒരു പരാതിയും പറഞ്ഞിരുന്നില്ല. താൻ സാധാരണ പള്ളിക്കൂടം വിദ്യാർത്ഥിയല്ലെന്ന് അറിയിക്കുവാൻ സത്യൻ ബുക്കപട്ടണത്തിലെ സ്കൂളിൽ അരങ്ങേറിയ ലീല എന്താണ്? ചുരുക്കി വിവരിക്കുക. ബുക്കപട്ടണം സ്കൂളിലെ അധ്യാപകനായ കൊണ്ടപ്പ പറഞ്ഞു കൊടുക്കുന്ന പാഠങ്ങൾ സത്യൻ ഒഴിച്ച് എല്ലാവരും എഴുതുന്നതു കണ്ടു. ഇത് കണ്ട് കോപിഷ്ഠനായ അധ്യാപകൻ കൃത്യവിലോപം നടത്തിയതിന് ശിക്ഷയായി ബെഞ്ചിന് മുകളിൽ നിൽക്കാൻ സത്യനോട് ആവശ്യപ്പെടുന്നു. സത്യൻ സൗമ്യനായി അധ്യാപകനെ അനുസരിച്ചു. ക്ലാസ് കഴിഞ്ഞതിൻ്റെ മണി മുഴങ്ങിയപ്പോൾ കൊണ്ടപ്പ തൻ്റെ കസേരയിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ കസേര തന്നിൽ ഒട്ടിയിരിക്കുന്നതായി അദ്ദേഹം കണ്ടു. അടുത്ത ക്ലാസ് മെഹബൂബിനാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ കൊണ്ടപ്പ തൻ്റെ ദയനീയ സ്ഥിതി പറഞ്ഞു. സത്യൻ്റെ അസാധാരണത്വം അറിയുന്ന മെഹബൂബ ഖാന് കാര്യം മനസ്സിലായി. അദ്ദേഹം സത്യനോട് ബെഞ്ചിൽ നിന്നും താഴെ ഇറങ്ങുവാൻ പറഞ്ഞു. അതോടെ കൊണ്ടപ്പ കസേരയിൽ നിന്നും സ്വതന്ത്രനായി. കൊണ്ടപ്പ സത്യനിലെ ദിവ്യത്വം തിരിച്ചറിഞ്ഞു. ഈശ്വരാവതാരം മനുഷ്യനിർമ്മിതമായ പരിമിതികളിൽ ഒതുങ്ങുന്ന നല്ലതെന്ന് ഈ ലീല കൊണ്ട് സത്യൻ വെളിപ്പെടുത്തി. അധ്യാപകൻ്റെ കസേരക്കഥ അറിഞ്ഞ ഈശ്വരാമ്മ നന്നായി പഠിച്ചു പാസ്സായില്ലെങ്കിൽ ഒരു ഭാവിയും ഉണ്ടാകയില്ലെന്നും കാലികളെ മേച്ചു നടക്കേണ്ടി വരുമെന്നും സത്യന് നൽകിയ താക്കീതിൽ എങ്ങനെയാണ് അന്വർത്ഥമായത്? മാതൃവചനം ഒരിക്കലും തെറ്റുകയില്ലല്ലോ. ശ്രീ സത്യസായി പശുപാലകനായി തന്നെ മാറി. എന്താണ് ഈ പശുക്കൾ? പ്രപഞ്ചത്തിലെ സമസ്ത ജീവജാലങ്ങളും പശുക്കളാണ്. അവയെ ശ്രദ്ധയോടെ പരിപാലിക്കുന്നു. അതുകൊണ്ട് തന്നെ പരമശിവൻ്റെ ഒരു നാമമായ പശുപതി ശ്രീ സത്യസായിക്കും ഇണങ്ങുന്നതാണ്. കർണം സുബ്ബമ്മയുടെ ഭർത്താവിനെ കളിയാക്കി കവിത എഴുതി പാടിയ സത്യൻ്റെ കുസൃതി നിയന്ത്രിക്കണമെന്ന് ഈശ്വരാമ്മ സുബ്ബമ്മയോട് ആവശ്യപ്പെട്ടപ്പോൾ അവർ എന്തു പറഞ്ഞു? നമ്മുടെ ബാലഗുരുവിന് നന്മയും തിന്മയും തിരിച്ചറിയാം. അതൊക്കെ വിടുക, കുഞ്ഞ് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഷൂട്ടിങ് തോക്കുകൊണ്ടല്ല ക്യാമറ കൊണ്ട് ചെയ്യുക എന്ന് ബാലസത്യൻ വെള്ളക്കാരനെ ഉപദേശിച്ചത് എന്തുകൊണ്ട്? വേട്ടക്കാരനായ വെള്ളക്കാരൻ ഒരു പെൺപുലിയെ വെടിവെച്ച് കൊന്ന ശേഷം അതിനെയും കൊണ്ട് ജീപ്പിൽ പുട്ടപ്പർത്തി വഴി പോവുകയായിരുന്നു. പക്ഷേ പുട്ടപ്പർത്തിയിലെത്തിയ ജീപ്പ് ചിത്രാവതിയുടെ അങ്ങേക്കരയിൽ ഉറച്ചുപോയി. ഗ്രാമത്തിലെ അത്ഭുതബാലൻ്റെ സഹായം വേണമെന്ന് പറഞ്ഞ് അയാളുടെ ഡ്രൈവർ കർണം സുബ്ബമ്മയുടെ പൂമുഖത്ത് കളിച്ചുകൊണ്ടിരുന്ന സത്യൻ്റെ അരികിൽ എത്തി. സത്യൻ ജീപ്പിനരികിൽ എത്തിയതിനു ശേഷം കടുവയെ കൊന്നതിന് വെള്ളക്കാരനെ ശകാരിച്ചു. ഈ കടുവയുടെ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ അമ്മയെ കാണാതെ ദയനീയ സ്ഥിതിയിലാണ്. അതുകൊണ്ട് താൻ തന്നെയാണ് ജീപ്പ് നിർത്തിയതെന്നും കടുവക്കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിനായി കാഴ്ച ബംഗ്ലാവിൽ ഏൽപ്പിച്ചാൽ മാത്രമേ ജീപ്പ് മുന്നോട്ട് പോവുകയുള്ളൂവെന്നും സത്യൻ പറഞ്ഞു. ഈ അവസരത്തിൽ വെള്ളക്കാരന് ഷൂട്ടിങ് തോക്കുകൊണ്ടല്ല ക്യാമറ കൊണ്ട് ചെയ്യൂ എന്ന് ഉപദേശം നൽകി. പശ്ചാത്താപവശനായ വെള്ളക്കാരൻ കടുവയുടെ തോല് സത്യന് പാദങ്ങൾ വയ്ക്കുവാനായി സമർപ്പിച്ചു. അത് ഇന്നും പ്രശാന്തി മന്ദിരത്തിൽ സ്വാമിയുടെ സിംഹാസനത്തിന് മുന്നിൽ വിരിച്ചിരിക്കുന്നതായി കാണാം. ജയ സായിരാം.